അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? ബോൾട്ടഡ് കണക്ഷൻ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു, അത് ഏതൊക്കെ പേജ് നമ്പറിലാണെന്ന് നോക്കി. അതിനുശേഷം നമ്മൾ ഓരോ ഇതും എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന്, അല്ലെ, ഓരോ ടേംസും ഇക്വേഷൻസിൽ ഓരോ ടേംസും എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൻ്റെ ഒരു പ്രോബ്ലവും ചെയ്തു. ഇനി നമുക്ക് ബോൾട്ടഡ് കണക്ഷനിലെ ബാക്കി പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചാൽ എന്തുവാണ്, നമ്മളതിൻ്റെ നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡിസൈൻ ചെയ്യാമെന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു? നമ്മുടെ ഡിസൈൻ ലോഡ് ബൈ ബോൾട്ട് വാല്യൂ. ഓക്കെ, ദെൻ അതിനുശേഷം എന്താ, നമുക്ക് ഇനിയിപ്പം എഫിഷ്യൻസി ആണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് ഇൻറ്റു 100. ആ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ബോൾട്ട് വാല്യൂവും അതുപോലെ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് നോക്കും, എന്നിട്ട് അതിൻ്റെ ലീസ്റ്റ് വാല്യൂ എടുക്കും. ഓക്കെ, ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ ഡിസൈൻ്റെ ഒരു പ്രോബ്ലമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത്. ഇനി ബാക്കി പ്രോബ്ലത്തിലോട്ട് നോക്കാം. ഓക്കെ, സോ ഇതും ഒരു ലാബ് ജോയിൻറ്റ് ഡിസൈൻ ചെയ്യാനാണ്. ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. അതുപോലെ അത് ടു ട്രാൻസ്മിറ്റ് എ ലോഡ് ഓഫ് 17 kN എന്ന് തന്നിട്ടുണ്ട്. M16 ബോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. 4.6 ഗ്രേഡ് ആണെന്നും പ്ലേറ്റ് 4 ton ഗ്രേഡ് ആണെന്നും തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ലാബ് ജോയിൻ്റ് ആണെങ്കിൽ നമുക്ക് വരയ്ക്കറിയാമല്ലോ, ഓവർലാപ്പിംഗ് ആയിരിക്കും. അതായത് 2 പ്ലേറ്റ്സ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതായിരിക്കും. അതിനെ നമ്മൾ ബോൾട്ടഡ് കണക്ഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യും, ബോൾസ് വെച്ചിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഗിവൺ ഡേറ്റാസ് എല്ലാം എഴുതും. ഇപ്പോൾ നമുക്ക് തിക്നെസ് തന്നിട്ടുണ്ടല്ലേ, 12 mm. 2 പ്ലേറ്റും ഒരേ തിക്നെസ് ആണ്, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അതേസമയം രണ്ട് തിക്നെസ് ആണെങ്കിൽ, ഇപ്പോൾ ഒന്ന് 10 mm ഒന്ന് 12 mm ആയിരുന്നെങ്കിൽ നമ്മൾ T will be equal to 10 mm ആയിട്ട് എടുത്തത്. ഇവിടെ ഇപ്പം 12 mm നമുക്ക് ഡയറക്റ്റ് എടുക്കാം. ലോഡും തന്നിട്ടുണ്ടല്ലേ. പിന്നെ എന്താ തന്നിരിക്കുന്നത്, 4.6 ഗ്രേഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 4.6 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ദിസ് 4 വിൽ ബി ഈക്വൽ ടു 1/100 ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. ഓക്കെ, അതായത് FYB. അപ്പം നമ്മുടെ FUB. അപ്പം ഈ എന്താണ്, ഈ നമ്മുടെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് വിൽ ബി ഈക്വൽ ടു 4 ഇൻറ്റു എന്തായിരിക്കും 100, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 400 Nm². ഓക്കെ, അതാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 400 Nm² ആയിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് ആ 4.6 ഗ്രേഡിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പേജ് നമ്പർ 13 കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് വിൽ ബി കോമൺ. എല്ലാ ക്വസ്റ്റ്യനും ഓൾമോസ്റ്റ് 4.6 ഗ്രേഡ് ബോൾട്ടും Fe410 പ്ലേറ്റും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ വാല്യൂ അങ്ങനെ നോക്കി വെച്ചിരുന്നാൽ മതി. FU വിൽ ബി ഈക്വൽ ടു 400 Nm². ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്പർ ഓഫ് ബോൾസ് കണ്ടുപിടിക്കാനാണ്. കാരണം ലാബ് ജോയിൻറ്റ് ഡിസൈൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ബോൾട്ട് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ബോൾട്ട് വാല്യൂ കണ്ടുപിടിക്കണം. കാരണം നമ്പർ ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് എന്തുവാണ്, ഡിസൈൻ ലോഡ് ബൈ ബോൾട്ട് വാല്യൂ ആണ്. ഡിസൈൻ ലോഡ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, 70 kN എന്ന്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ബോൾട്ട് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള. എന്താണ് ബോൾട്ട് വാല്യൂ എന്ന് വെച്ചാൽ, നമ്മൾ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ടും ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ടും കണ്ടുപിടിച്ചിട്ട് രണ്ടിൻ്റെയും ലീസ്റ്റ് വാല്യൂ ഏതാണോ അതായിരിക്കും ആ ബോൾട്ടിൻ്റെ ബോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്താ, അപ്പം നമുക്ക് ഡിസൈൻ പ്രോബ്ലത്തിൽ, അതായത് നമുക്ക് നമ്പർ ഓഫ് ബോൾട്ട് എന്ന് പറയത്തപ്പോൾ നമ്മൾ ഒരു ബോൾട്ടേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്തിട്ടായിരിക്കും പ്രോബ്ലം ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ഈക്വൽ ടു ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട്. ഓക്കെ, നമ്മൾ ഷിയർ സ്ട്രെങ്ത്, ബോൾട്ടിൻ്റെ ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ VDSB വിൽ ബി ഈക്വൽ ടു VNSB ബൈ ഗാമ MB. അതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അതിൽ VNSB വിൽ ബി ഈക്വൽ ടു FUB ബൈ √3 NN ANB പ്ലസ് NS ASB. അല്ലേ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് ലാബ് ജോയിൻറ്റിൽ NN വിൽ ബി ഈക്വൽ ടു 1, NS വിൽ ബി ഈക്വൽ ടു 0. അല്ലേ, അതിനി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ ലാബ് ജോയിൻറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക, അല്ലേ. അതുപോലെ എന്താ, ഇങ്ങനൊരു ബോൾട്ടായിരിക്കും നമ്മൾ എന്താ ചെയ്താൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പം ഇതിൻ്റെ ഷിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ഏതാ, ദിസ് വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ഷിയർ പ്ലെയിൻ, അല്ലേ. അപ്പം നമ്മൾ ലാബ് ജോയിൻറ്റിൽ ത്രെഡിൽ കൂടെയാണ് ഈ ബോൾട്ടിൻ്റെ ത്രെഡ് പോർഷനാണ് ഈ ഒരു ഷിയർ പ്ലെയിൻ അല്ലേ ഉള്ളൂ, ഈ ഒരു ഷിയർ പ്ലെയിനിൽ കൂടെ പാസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് പാസിങ് ത്രൂ ത്രെഡ് റീജിയൻ ഓഫ് ദ ബോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അതാണ് NN വിൽ ബി ഈക്വൽ ടു 1. നമ്പർ ഓഫ് എന്താണ് ഷിയർ പ്ലെയിൻസ് പാസിങ് ത്രൂ ദ
ത്രെഡ് റീജിയൻ. ഇതിലിപ്പം ഒരേ ഒരു ഷിയർ പ്ലെയിനേ ഉള്ളൂ, അത് ത്രെഡിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ NN വിൽ ബി ഈക്വൽ ടു 1. NS എന്തുവാണ്? നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് പാസിങ് ത്രൂ ഷാങ്ക് റീജിയൻ ഓഫ് ദ ബോൾട്ട്. ഓക്കെ, സോ ഇത് നമ്മൾ ത്രെഡാണ് ഈ ഷിയർ പ്ലെയിനിൽ കൂടെ പോകുന്നതെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഷാങ്ക് റീജിയൻ പോകുന്നുണ്ടോ? ഇല്ല. സോ വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണ് NN ഈക്വൽ ടു 1, NS ഈക്വൽ ടു 0. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നോക്കിയതാണ്. ഓക്കെ, ദെൻ പിന്നെ നമ്മുടെ സോ NS ഈക്വൽ ടു 0 വരുമ്പോൾ ആ ഒരു ടേം അങ്ങ് പോവും. ദെൻ NN ANB ഉള്ളൂ. ANB ഈക്വൽ ടു 0.78 π/4 ഓഫ് d². ഓക്കെ, FUBയുടെ വാല്യൂ 400 ആണെന്ന് അറിയാം. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ആൻഡ് ഗാമ MB വിൽ ബി ഈക്വൽ ടു 1.25. ഇതെല്ലാം കോഡിൽ നിന്ന് കിട്ടുന്നതാണ്. അതിൻ്റെ പേജ് നമ്പർ ഞാൻ ആ ഡിസൈൻ സ്റ്റെപ്സ് എഴുതിയ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് 2 വിൽ ബി ഈക്വൽ ടു ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് അല്ലേ. ബോൾട്ടിൻ്റെ ബിയറിംഗ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ VDPB ഈക്വൽ ടു VNP ബൈ ഗാമ MB. സോ VNPB ഈക്വൽ ടു എന്താണ്? അതിൻ്റെ ഇക്വേഷൻ 2.5 KB DT FU. അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ KB നമ്മൾ എങ്ങനെയാണ്? വിൽ ബി ദ സ്മോളർ ഓഫ് E/3D0 P/3D0 മൈനസ് 0.25 FUB/FU. ഈ 3 ഇക്വേഷൻ്റെയും സ്മോളർ വാല്യൂവിനെയാണ് നമ്മൾ KB ആയിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പം E എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അതൊന്നില്ലെങ്കിൽ ക്വസ്റ്റ്യന് തരും. ക്വസ്റ്റ്യന് തന്നിട്ടില്ലെങ്കിൽ 1.5 D0 എന്നിട്ട് ആ ഒരു ഇക്വേഷൻ ഇട്ടിട്ട് ഈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, D0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ. ഓക്കെ, നമുക്ക് ബോൾട്ടിൻ്റെ ഡയമീറ്റർ അറിയാം. എന്താ? M16 ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. M16 ബോൾട്ടാണ് എന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് M16 ആണ്. അപ്പോൾ ഈ 16 എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോൾട്ടിൻ്റെ ഡയമീറ്റർ ആയിരിക്കും അല്ലേ. സോ ഒരു ക്ലിയറൻസ് 16 + 2 ഒരു ക്ലിയറൻസ് കൊടുക്കുന്നത് വിൽ ബി ഈക്വൽ ടു 18 mm. അതായിരിക്കും ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ എന്തെന്ന് പറയുന്നത്? D0 എന്ന് പറയുന്നത്. ഓക്കെ, D+2 mm D0 അത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോൾട്ട് ഹോളിൻ്റെ ഡയമീറ്റർ കിട്ടും. സോ അപ്പോൾ അവിടെ നിന്ന് ആ വാല്യൂം കിട്ടും. പിച്ച് വിൽ ബി ഈക്വൽ ടു 2.5 ഓഫ് D. ദെൻ FUB/FU. FUB എന്ന് പറയുന്നത് ബോൾട്ടിൻ്റെ എന്താണ് ഈ അൾട്ടിമേറ്റ് സ്ട്രെസ്സും, FU എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ്സും. സോ പ്ലേറ്റ് FE 410 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 410 അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ KBയുടെ വാല്യൂ കിട്ടും. D അറിയാം, T അറിയാം, FU അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് VNP കിട്ടും. സോ നമുക്ക് ബോൾട്ട് വാല്യൂ വിൽ ബി ഈക്വൽ ടു മിനിമം വാല്യൂ ഓഫ് VDSP ആൻഡ് VDPB. അതിൽ നിന്ന് അതായത് VDPB എന്ന് പറയുന്നത് ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് 77.303. ആൻഡ് അതുപോലെ നമ്മുടെ എന്താണ് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 28.974. രണ്ടിന്നും 28.974 ആണ് ലീസ്റ്റ് വാല്യൂ. സോ അതെടുക്കുക. നമ്പർ ഓഫ് ബോൾട്ട് വിൽ ബി ഈക്വൽ ടു ഫാക്ടർ ലോഡ് ബൈ ബോൾട്ട് വാല്യൂ ആ കൊടുക്കുക. അപ്പം 3 ബോൾട്ടാണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഈവനായിട്ട് കൊടുക്കാൻ വേണ്ടി ഒറ്റ ലൈനിൽ തന്നെ നമ്മൾ 3 ബോൾട്ട് അങ്ങ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഫിഗർ വരയ്ക്കുക. ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തത്. സെയിം രണ്ടും ലാപ്പ് ജോയിൻറ്റ് ഡിസൈൻ ചെയ്യായിരുന്നു. സെയിം സ്റ്റെപ്സ് ആയിരുന്നു. ഒരേ ഒരു വ്യത്യാസം തിക്നെസ്, പ്ലേറ്റിൻ്റെ തിക്നെസ് മാറി എന്നുള്ളതായിരുന്നു. ഓക്കെ, മറ്റത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്ത ഒരു പ്രോബ്ലത്തിൽ എന്ന് വെച്ചാൽ സെയിം തിക്നെസ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതെന്ന് വെച്ചാൽ 2 തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ആ 2 പ്രോബ്ലത്തിലും ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യുവാണ്. അതായത് 2 പ്ലേറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, സോ 2 പ്ലേറ്റ്സ് ഓഫ് 10 mm തിക്നെസ് ആൻഡ് വിത്ത് 200 mm. ഓക്കെ, അപ്പോൾ 2 പ്ലേറ്റ് ഉണ്ട്. എത്രയാണ് തിക്നെസ്? 2 പ്ലേറ്റിൻ്റെയും 10 mm തിക്നെസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ടോട്ടൽ വിത്ത് തന്നിട്ടുണ്ട്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 200 mm. ഓക്കെ, ആർ ടു ബി ജോയിൻഡ് യൂസിങ് ഹൈ സ്ട്രെങ്ത് ഫ്രിക്ഷൻ ബോൾട്ട് ഓഫ് 20 mm diameter. Design the joint for maximum strength given that 4.6 grade bolt and 4E10 steel plate is used. Okay, സോ നമ്മൾക്ക് ഇപ്പോഴും ജോയിൻ്റ് ഡിസൈൻ ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് നമ്പർ ഓഫ് ബോൾട്ടൊക്കെ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, അതാണ് നമ്മളിപ്പം നമ്പർ ഓഫ് ബോൾട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ മറ്റേതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ ഡിസൈൻ പ്രോബ്ലം തന്നെയാണ്. അപ്പം നമ്മൾ ഡിസൈൻ പ്രോബ്ലം എന്ന് പറയുമ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്?
നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ബോൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെയൊക്കെ എന്താ നമുക്ക് ഡിസൈൻ ലോഡ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഡിസൈൻ ലോഡ് നമുക്ക് ഇല്ല എങ്കിൽ, അതായത് നമുക്ക് ഡിസൈൻ ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡിസൈൻ ലോഡ് ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു പ്ലേറ്റിൻ്റെ നമ്പർ ഓഫ് ബോൾട്ട് കിട്ടും, നമ്മൾ കണക്ഷൻ കൊടുക്കാനുള്ള നമ്പർ ഓഫ് ബോൾട്ട് കിട്ടും. ഓക്കെ, ഇവിടെ പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടില്ല, ഈ ഒരു പെർട്ടിക്കുലർ ലോഡ് എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്പർ ഓഫ് ബോൾട്ട് അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുന്നു. അപ്പം നമ്മൾ ഗിവൺ തിങ്സ് എല്ലാം എഴുതി. ഓക്കെ, അതായത് നമുക്ക് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് 10 എന്ന് തന്നിട്ടുണ്ട്, ടോട്ടൽ വിഡ്ത്ത് 200 എന്ന് തന്നിട്ടുണ്ട്, ബോൾട്ട് ഡയമീറ്റർ ദാറ്റ് ഡി വിൽ ബി ഈക്വൽ ടു 20 നമ്പർ. ആദ്യം നമുക്ക് എന്ത് എഴുതാം, D0 എഴുതാം. ഓക്കെ, D0 വിൽ ബി ഈക്വൽ ടു 20 + 2 വിൽ ബി ഈക്വൽ ടു 22 mm. ദെൻ 4.6 ഗ്രേഡ് ആണെന്നും FE 4 ടൺ സ്റ്റീൽ പ്ലേറ്റ് ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇൻ കേസ് നമ്പർ ഓഫ് ബോൾട്ട്, അതായത് ഡിസൈൻ ലോഡ് ബൈ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് അല്ലെങ്കിൽ ബോൾട്ട് വാല്യൂ. ഓക്കെ, ഇത് അതായത് നമുക്ക് ലോഡ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷനാണിത്. അതായത് സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട്. സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബോൾട്ട് വാല്യൂ തന്നെയാണ്. ഓക്കെ, പിന്നെ എക്സ്ട്രാ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോൾട്ടിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദ ഡിസൈൻ ലോഡ് ഈസ് നോട്ട് ഗിവൺ. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് നമ്പർ ഓഫ് ബോൾട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് അല്ലെങ്കിൽ ബോൾട്ട് വാല്യൂ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ടും ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ടും കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് രണ്ടിനും കൂടെ എന്തെടുക്കും, ലീസ്റ്റ് വാല്യൂ എടുക്കും അല്ലേ. അപ്പോൾ ആദ്യം മറ്റതുപോലെ തന്നെ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് ദാറ്റ് ഈസ് VDSB ഈക്വൽ ടു VNSB ബൈ ഗാമ MB. ദാറ്റ് VNSB വിൽ ബി ഈക്വൽ ടു FUB ബൈ √3 NN ANB പ്ലസ് NS ASB. ഓക്കെ, സോ NN വിൽ ബി ഈക്വൽ ടു 1, NS വിൽ ബി ഈക്വൽ ടു 0. കാരണം ലാബ് ജോയിൻ്റ് ആണ്, നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് ലാബ് ജോയിൻറ്റിൽ ഷിയർ പ്ലെയിൻ എന്തിലാണ്, ത്രെഡിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് പാസിങ് ത്രൂ ത്രെഡ് വിൽ ബി ഈക്വൽ ടു 1, അതായത് NN വിൽ ബി ഈക്വൽ ടു 1. NS എന്താണ്, നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് പാസിങ് ത്രൂ ഷാങ്ക് പോർഷൻ. അപ്പം ത്രെഡിൽ കൂടെയാണ്, ആകെ ഒരേ ഒരു ഷിയർ പ്ലെയിനേ ഉള്ളൂ, അത് ത്രെഡിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഷാങ്കിൽ കൂടെ പാസ് ചെയ്യുന്ന എന്തെങ്കിലും ഷിയർ പ്ലെയിൻസ് ഉണ്ടോ, ഇല്ല. സോ NSൻ്റെ വാല്യൂ എന്തായിരിക്കും, 0. ഓക്കെ, അപ്പം അത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ബാക്കി VNSB വിൽ ബി ഈക്വൽ ടു 400 ബൈ √3 1 × 0.78 × π/4 ഓഫ് 20². അത് ആ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അല്ലേ. അപ്പം 56.590 kN എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. സോ VDSB വിൽ ബി ഈക്വൽ ടു VNSB ബൈ ഗാമ MB. ഗാമ MBയുടെ വാല്യൂ ആണ് 1.25. സോ നമുക്ക് 45.272 kN ആൻസറും കിട്ടുന്നു. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 2, അതിൽ നമുക്ക് ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, VDPB വിൽ ബി ഈക്വൽ ടു VNPB ബൈ ഗാമ MB. ഓക്കെ, VNPB വിൽ ബി ഈക്വൽ ടു 2.5 ഓഫ് KB dt FU. KB എന്ന് പറയുന്നത് സ്മോളർ വാല്യൂ ഓഫ് E/3D0 P/3D0 FUB ബൈ FU അല്ലേ. ഈയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല, ക്വസ്റ്റ്യന് തന്നിട്ടില്ല. സോ നമ്മൾ 1.5 ഓഫ് D0 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ. D0 ബോൾട്ട് ഹോൾ ഡയമീറ്റർ. അതുപോലെ നമുക്ക് പിയുടെ വാല്യൂ, പിച്ചിൻ്റെ വാല്യൂവും ക്വസ്റ്റ്യന് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, 2.5D ആ ഇക്വേഷനിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം എന്നിട്ട് FUBയുടെ വാല്യൂ എന്ന് വെച്ചാൽ ബോൾട്ടിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 400. ആൻഡ് പ്ലേറ്റിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് FE 4 ടൺ പ്ലേറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ 4 ടൺ വിൽ ബി ദ അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് പ്ലേറ്റ്. സോ FU ഈക്വൽ ടു 4 ടൺ. അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നത് നമുക്ക് ഇൻ ന്യൂട്ടൺസിലാണ് കേട്ടോ, ന്യൂട്ടണിലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇൻറ്റു 10⁻³ ചെയ്ത് kN വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ 2.5 × 0.5 ഇൻറ്റു 20 × 10 × 4 ടൺ. സോ അതിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ന്യൂട്ടണിലായിരിക്കും. ഓക്കെ, ഇൻറ്റു 10⁻³ ചെയ്തിട്ടാണ് kN ആക്കിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ബോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സ്മോളർ വാല്യൂ ഓഫ് VDSB ആൻഡ് VDPB. അപ്പം നമുക്ക് ബോൾട്ട് വാല്യൂ കിട്ടും. ഓക്കെ,
ദെൻ നമ്പർ ഓഫ് ബോൾട്ട് വിൽ ബി ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, അല്ലെങ്കിൽ എന്താണ് ഡിസൈൻ ലോഡ് ബൈ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഓർ ബോൾട്ട് വാല്യൂ. ഓക്കെ, അപ്പം നമുക്ക് സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് നമുക്കറിയാം അല്ലേ, കിട്ടി നമുക്ക് ഓൾറെഡി, അതായത് ബോൾട്ട് വാല്യൂ ആണ്. പിന്നെ നമുക്ക് എന്തും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം, സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ TDG ഈക്വൽ ടു AgFy ബൈ ഗാമ M0 ആണ്. ഓക്കെ, സോ ഈ AG എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയ, അതായത് മൊത്തത്തിലുള്ള ആ പ്ലേറ്റിൻ്റെ ഗ്രോസ് ഏരിയ. ഓക്കെ, അപ്പം നമുക്ക് ബ്രെഡ്ത്ത് ഇൻറ്റു എന്തായിരിക്കും, തിക്നെസ് ആയിരിക്കും. ബ്രെഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടോ നോക്കൂ, ക്വസ്റ്റ്യന് നമുക്ക് 200 mm എന്ന് തന്നിട്ടുണ്ട് വിഡ്ത്ത്. സോ 200 mm, തിക്നെസ് 10 mm. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ നമുക്ക് തിക്നെസ് ഒരു 10ഉം 8ഉം ആണെങ്കിൽ ഏത് എടുത്തന്നെ, 8 എടുത്തന്നെ. ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ടും ഒരേ തിക്നെസ് ആണ്, സോ നമ്മൾ 10 എടുക്കുന്നു. ഓക്കെ, സോ 200 × 10 ആണ് ഏജ്, ഗ്രോസ് ഏരിയ. FI എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത്, ദാറ്റ് ഈസ് 250 Nm/mm². ഓക്കെ, അത് നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്നതാണ് FE ഫോട്ടൺ പ്ലേറ്റിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്. അത് ഡയറക്റ്റ്, ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കോഡ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് പഠിച്ചു വെച്ചാലും മതി. FE ഫോട്ടണിൻ്റെ FI എപ്പോഴും 250 ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 96% ക്വസ്റ്റ്യൻസിലും FE ഫോട്ടൺ പ്ലേറ്റും 4.6 ഗ്രേഡ് എന്തായിരിക്കും തന്നിട്ടുള്ളത്, ബോൾട്ടും ആയിരിക്കും തന്നിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ഈ FUB, FI, FU എന്ന് പറയുന്നത് വാല്യൂസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, സോ TDG ഈക്വൽ ടു 2000 × 250 ബൈ ഗാമ M0 ആണ്. ഓക്കെ, സോ അത് നമുക്ക് ആ ടേബിൾ 5ൽ നിന്ന് കിട്ടും. ഓക്കെ, ആ കോഡ് നമ്മൾ ഗാമ MB 1.25 എടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ ഗാമ M0ൻ്റെ വാല്യൂ 1.1 കിട്ടും. ഓക്കെ, സോ നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കൊരു 10 ആണ്, സോ 11 കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈവനായിട്ട് അതൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോൾട്ടിന്. ഓക്കെ, ഈവനായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ അതുകൊണ്ടാണ് 12ലേക്ക് റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു 3 റോയിൽ 4 എന്താ ഇത് വെച്ചിട്ട് ബോൾട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് വരച്ചു, മെഷർ ചെയ്തു, ഡീറ്റെയിലിങ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഡിസൈൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം ഒരു ലാബ് ജോയിൻ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ബോൾട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. 2 രീതിയിലുണ്ട്. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് ഡിസൈൻ ലോഡ് തന്നേക്കും. ഡിസൈൻ ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ലോഡ് ബൈ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് ഓർ ബോൾട്ട് വാല്യൂ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി. ഇൻ കേസ് നമുക്കത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ്, അപ്പോൾ നമുക്ക് വിട്ട് തന്നേക്കും. ഓക്കെ, സോ നമുക്ക് സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് വെച്ചിട്ട് അതും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എഫിഷ്യൻസിയിലോട്ട് കിടക്കുക. ഓക്കെ, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്താ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ? എഫിഷ്യൻസി വിൽ ബി ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് ദ സോളിഡ് പ്ലേറ്റ്. ഓക്കെ, സോളിഡ് പ്ലേറ്റ് ആണ് ഇൻറ്റു 100. ഓക്കെ, അതായത് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് എഫിഷ്യൻ്റ് ആയിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ബോൾട്ടൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത്തും പിന്നെ സോളിഡ് പ്ലേറ്റിൻ്റെ, അതായത് ബോൾട്ടൊന്നും ഇല്ലാതെയുള്ള ആ ഒരു സോളിഡ് പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്, അത് തമ്മിലുള്ളൊരു കമ്പാരിസൺ ആയിരിക്കും നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതാണ് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ്. ഈ സോളിഡ് പ്ലേറ്റ് എന്ന് വെച്ചാൽ ബോൾട്ടൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന ആ ഒരു പ്ലേറ്റ്. ഓക്കെ, അതാണ് ഈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇൻറ്റു 100. ഓക്കെ, സോ ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് ദ ലാബ് ജോയിൻറ്റ്. ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് ദ ലാബ് ജോയിൻറ്റ് ഷോൺ ഇൻ ഫിഗർ given M20 in bolt of grade 4.6 and FE ഫോട്ടൺ പ്ലേറ്റ്സ് ആർ യൂസ്ഡ്. ഓക്കെ, അപ്പം FE ഫോട്ടൺ പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമുക്ക് ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് 20 mm, 2 പ്ലേറ്റും 20 mm ആണ്, 2 ബോൾട്ട് ലൈൻ ഉണ്ട്. ഓക്കെ, സോ ഒരു ബോൾട്ട് ലൈനിൽ 3 ഇത് വീതം 6 ബോൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. സോ എൻഡ് ഡിസ്റ്റൻസും പിച്ചും ഗേജും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് പിച്ച് എന്നറിയാമല്ലോ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോൾട്ട്. അത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അത് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണെങ്കിൽ ഗേജ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഓൾസോ എൻഡ് ഡിസ്റ്റൻസും എഡ്ജ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, ഫിഗറും ഉണ്ട്. അപ്പം ഗിവൺ ഡീറ്റെയിൽസ് എഴുതാം. ഓക്കെ, M20 ബോൾട്ടാണെന്ന് തന്നിട്ടുണ്ട്. സോ D ഈക്വൽ ടു 20, 2 ക്ലിയറൻസും കൂടെ കിട്ടുമ്പോൾ ബോൾട്ട് ഹോൾ ഡയമീറ്റർ D0 വിൽ ബി ഈക്വൽ ടു 22 mm. 4.6 ഗ്രേഡ് ആണെന്നും 4E10 പ്ലേറ്റ് ആണെന്നും തന്നിട്ടുണ്ട്. സോ എല്ലാ ക്വസ്റ്റ്യനും എഴുതുന്ന പോലെ അതങ്ങ് എഴുതുക. ദെൻ നമുക്ക് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ, 118 mm ആണെന്ന് തന്നിട്ടുണ്ട്. 118 mm ആണ് ടോട്ടൽ ബ്രെഡ്ത്ത് എന്ന് തന്നിട്ടുണ്ട്.
ദെൻ പിച്ച് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 16 എന്ന് തന്നിട്ടുണ്ട്. സെയിം പിച്ചിൻ്റെ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് നമ്മുടെ ഗേജ് ഡിസ്റ്റൻസും 60 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എൻഡ് ഡിസ്റ്റൻസ് 13 mm. ഇത്രയും വാല്യൂസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനകത്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ ഗിവൺ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെടുത്ത് എഴുതി. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി വിൽ ബി ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് ഇൻറ്റു 100. ഓക്കെ, സോ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു ജോയിൻറ്റിൽ ബോൾട്ടും കാണും പ്ലേറ്റ്സും കാണും. അപ്പോൾ രണ്ടിൻ്റെയും സ്ട്രെങ്ത് എടുക്കണം. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് നമുക്കറിയാം, ബിയറിംഗ് സ്ട്രെങ്ത്തും ഷിയർ സ്ട്രെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലീസ്റ്റ് വാല്യൂ. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റിനും നമ്മൾ വേറൊരു ഇക്വേഷൻ ഉണ്ട്. സോളിഡ് പ്ലേറ്റ് അല്ല, ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് അഗെയിൻസ്റ്റ് റപ്ചർ, ആ ഇക്വേഷനാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? സി, നമ്മൾ എഫിഷ്യൻസി ചെയ്യുമ്പോൾ ഓക്കെ ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് ആണ്, മീൻസ് ഗ്രോസ് ഏരിയ, ബോൾട്ടൊന്നും ഇടാത്ത ഗ്രോസ് ഏരിയ. നമ്മൾ ആ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു ജോയിൻറ്റിൽ എന്താണ് ബോൾട്ടും പ്ലേറ്റും ഉണ്ട്, അതായത് ബോൾട്ട് ഇട്ട പ്ലേറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് സോളിഡ് പ്ലേറ്റ്, ദാറ്റ് ഈസ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് അഗെയിൻസ്റ്റ് റപ്ചർ. അവിടെ നമ്മൾ നെറ്റ് ഏരിയ എടുക്കുന്നത്, ഇവിടെ നമ്മൾ മറ്റേ എഫിഷ്യൻസിയുടെ സോളിഡ് പ്ലേറ്റിൽ നമ്മൾ ഗ്രോസ് ഏരിയ എടുക്കുന്നത്, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ അത് രണ്ടും കൂടെ തിരിഞ്ഞു പോകാതിരിക്കുക സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റിൽ. ഓക്കെ, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റാണ് എടുക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ബോൾട്ട് ഹോൾ ഇല്ല, സോ നമ്മൾ ഗ്രോസ് ഏരിയ എടുക്കുന്നത്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഓക്കെ ജോയിൻറ്റിൽ നമ്മൾ ബോൾട്ടൊക്കെ ഇട്ട പ്ലേറ്റാണ് എടുക്കുന്നത്, അല്ലെ ആ കണക്ഷൻ ഡിസൈൻ ചെയ്യാൻ നേരത്ത്. സോ അവിടെ നമ്മൾ നെറ്റ് ഏരിയ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഇക്വേഷനും മാറിപ്പോവാതിരിക്കും. ഓക്കെ, സോ ആദ്യം നമുക്ക് സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് കണ്ടുപിടിക്കാം. ജോയിൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ബോൾട്ട് വാല്യൂ വേണം. സോ അഗെയിൻ സെയിം സ്റ്റെപ്സ്, മറ്റേതുപോലെ തന്നെ രണ്ടുമൂന്ന് എക്സ്ട്രാ സ്റ്റെപ്പും കൂടെ വരും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, സോ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് VDSB വിൽ ബി ഈക്വൽ ടു VNSB ബൈ ഗാമ M0. ഓക്കെ, സെയിം ആണ്, NN വിൽ ബി ഈക്വൽ ടു 1, NS ഈക്വൽ ടു 0, മറ്റതിലൊക്കെ ചെയ്യുന്നത് പോലെ വാല്യൂസ് മാത്രം, ഡയമീറ്ററൊക്കെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ VDSB കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മളുടെ കയ്യിൽ ഇനി ഒരു വ്യത്യാസം ഇവിടെ വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഓക്കെ സോ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ, നമ്പർ ഓഫ് ബോൾട്ടാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരൊറ്റ ബോൾട്ട് ഉണ്ടെന്ന് അസംഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതങ്ങ് ഡിസൈൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കും, വരുന്ന ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. സോ ഇനി നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുക, അവിടെ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള സാധനത്തിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അതിനകത്തുള്ള ആ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓൾറെഡി നമ്മൾ 6 ബോൾട്ട് ഇട്ട് വെച്ചേക്കുമല്ലേ ആ ഡിസൈനിനകത്ത്. നോക്കൂ, 6 ബോൾട്ട് ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്, ഇതിൻ്റെ എഫിഷ്യൻസിയെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള. സോ നമ്മൾ ഈ 6 ബോൾട്ടിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം, ആ 6 ബോൾട്ട് വരുമ്പോഴുള്ള ആ ഒരു ഷിയർ സ്ട്രെങ്ത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടോ? സോ നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ ഇക്വേഷനിൽ നമുക്ക് ഈ 45.272 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് പെർ ബോൾട്ടാണ്, ഒറ്റ ബോൾട്ടിന്. നമ്മൾ മനസ്സിലായോ? അപ്പം 6 നമ്പർ ഓഫ് ബോൾട്ടിന് 6 ഇൻറ്റു ഈ 45.272. ഓക്കെ, 6 എങ്ങനെ വന്നെന്ന് അറിയാമല്ലോ, ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബോൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബോൾട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഒന്നേ ഉള്ളെന്ന അസംഷനിൽ അതങ്ങ് ചെയ്യുക. ഓക്കെ, പെർ ബോൾട്ടിൽ ഇപ്പോൾ നമുക്ക് കറക്റ്റ് നമ്പർ ഓഫ് ബോൾട്ട് തന്നിട്ടുണ്ട്, നമ്മൾ കാരണം എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ 6 ബോൾട്ട് ഉള്ളപ്പോൾ ഉള്ള എഫിഷ്യൻസിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആ 6 ഇൻറ്റു 6 കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഫോർ 6 നമ്പർ ഓഫ് ബോൾട്ട്. ദെൻ സ്റ്റെപ്പ് 2 ബിയറിംഗ് സ്ട്രെങ്ത്. മറ്റതുപോലെ തന്നെ എന്തും കാൽക്കുലേറ്റ് ചെയ്യുക, ബിയറിംഗ് സ്ട്രെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം VDPB വാല്യൂ എന്ന് പറയുന്നത് പെർ ബോൾട്ടാണ്. അപ്പോൾ 6 ബോൾട്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വ്യത്യാസം. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ബോൾട്ട് അറിയാം. സോ നമ്മൾ ആ നമ്പർ ഓഫ് ബോൾട്ട് വെച്ചിട്ട് എന്തായിരുന്നു നമുക്ക് കിട്ടുന്നു, ആ നമ്പർ ഓഫ് ബോൾട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, മറ്റിടത്ത് നമുക്ക് നമ്പർ ഓഫ് ബോൾട്ട് അറിയില്ല, കാരണം നമ്മൾ എന്താ ഒരു ബോൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ബോൾട്ട് വാല്യൂ വിൽ ബി ഈക്വൽ ടു സ്മോളർ ഓഫ് VDSB ഓർ VDP. ഇവിടെ 893.472 കിലോ ന്യൂട്ടനും
മറ്റേത് 271.634 ആണ് ഷിയർ സ്ട്രെങ്ത് കിട്ടിയത്. സോ രണ്ടിനും ഏറ്റവും സ്മോളർ വാല്യൂ 271.634 ആണ്. സോ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ അപ്ലൈ ചെയ്യുന്നു. സോ ബോൾട്ട് വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് ഇൻ എ ജോയിൻ്റ് ആണ് അല്ലേ. അതായത് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്, സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് ആണ്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ബോൾട്ടും സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റും ഇതിൻ്റെ മിനിമം വാല്യൂ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ഓൾറെഡി സ്ട്രെങ്ത് ഓഫ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി പ്ലേറ്റും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ TDN വിൽ ബൈ അതിൻ്റെ ഇക്വേഷൻ എന്താ, സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് അഗെയിൻസ്റ്റ് റപ്ചർ, അതിൻ്റെ ഇക്വേഷനാണ് TDN = 0.9 AN FU by gamma M1. ഓക്കെ, AN = എന്താ, B - N D0 × T. ഓക്കെ, ഈ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോൾട്ട് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷനാണ്. ഇവിടെ നമ്മൾക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് 1 2 3 1 2 3 ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ ഈ N എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ, ഇവിടെ നമുക്ക് 2 ക്രിട്ടിക്കൽ സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ 1 1 എന്നും 2 2 എന്നും കൊടുക്കുവാണ്. ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പം ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ എത്ര ബോൾട്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി. സോ ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ N will be equal to 3. ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എടുത്താലും N will be equal to 3. സോ ഞാനിപ്പോൾ 1 1 ആണ് കൺസിഡർ ചെയ്യുന്നത്. അവിടുത്തെ ക്രിട്ടിക്കൽ സെക്ഷൻ NN will be equal to 3. ഓക്കെ, നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ നമ്പർ ഓഫ് ബോൾട്ട്, മൊത്തം നമ്പർ ഓഫ് ബോൾട്ട് അല്ല കേട്ടോ ഇവിടുത്തെ N എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള നമ്പർ ഓഫ് ബോൾട്ട് ആയിരിക്കും. ഓക്കെ, മൊത്തം എടുത്ത് ചെയ്യരുത് പ്രോബ്ലം. സോ N will be equal to 3. ആൻഡ് ബ്രെഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 118 mm. തിക്നെസ് എത്ര mm എന്ന് തന്നിട്ടുണ്ട്, 20 mm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ TDNൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇനി സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ 3, അതായത് നമ്മുടെ ബോൾട്ട് വാല്യൂ, ഓക്കെ, അതിൻ്റെയും പിന്നെ ഈ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റിൻ്റെ ഒരു മിനിമം വാല്യൂ ആണ്. ഓക്കെ, 3 വാല്യൂ, അതായത് ഈ 673, മറ്റത് 271 പോയിൻറ്റ് സംതിങ്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 271.58 ആണ്. സോ അതുകൊണ്ട് അങ്ങനെ എഴുതി. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എഫിഷ്യൻസി എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് ഇൻറ്റു 100. ഈ സ്ട്രെങ്ത് ഓഫ് ജോയിൻ്റ് എന്ന് വെച്ചാൽ ഒരു ജോയിൻറ്റിൽ ബോൾട്ടും ഉണ്ട് പ്ലേറ്റും ഉണ്ട്. ആദ്യം ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ബോൾട്ടിൻ്റെ ബിയറിംഗ് സ്ട്രെങ്ത്തും ഉണ്ട്, ഷിയർ സ്ട്രെങ്ത്തും ഉണ്ട്. ഓക്കെ, നമ്മൾ എന്താണ് എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് എത്ര നമ്പർ ഓഫ് ബോൾട്ട് നിന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മറ്റടുത്ത് നമ്മൾ നമ്പർ ഓഫ് ബോൾട്ട് കണ്ടുപിടിക്കുകയാണ്. സോ ഒന്നൊന്ന അസംഷനിൽ നമ്മളങ്ങ് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി 6 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ ബിയർ സ്ട്രെങ്ത്തും ഷിയറിംഗ് സ്ട്രെങ്ത്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻറ്റു 6 ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അത്രയും ബോൾട്ടിനുള്ള ഷിയർ സ്ട്രെങ്ത്തും അത്രയും ബോൾട്ടിനുള്ള ബിയറിംഗ് സ്ട്രെങ്ത്തും കിട്ടും. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലീസ്റ്റ് വാല്യൂ ആണ് സ്ട്രെങ്ത് ഓഫ് എന്തെന്ന് പറയുന്നത്, ബോൾട്ട് എന്ന് പറയുന്നത്. ഇനി ജോയിൻറ്റിൽ എന്തും കൂടെ ഉണ്ട്, പ്ലേറ്റും കൂടെ ഉണ്ട്. സോ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷനാണ് TDN = 0.9 AN FU by gamma M1. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ AN B - N D0 × T ആണ്. ആ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോൾട്ടാണ്. ഓക്കെ, ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് 3/3 ആയിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ആ 6 നമ്പർ ഓഫ് ബോൾട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ലൈനിന് ആണ് ക്രിട്ടിക്കൽ ലൈനായിട്ട് എടുക്കുന്നത്. സോ അതിൽ എത്ര നമ്പർ ഓഫ് ബോൾട്ട് ഉണ്ടെന്ന് നോക്കുന്നു. 3 നമ്പർ ഓഫ് ബോൾട്ട് ഉണ്ട്. സോ N will be equal to 3. അപ്പോൾ അതുവരെയാണ് നമ്മൾ ചെയ്തത്. എന്നിട്ട് നമ്മൾ സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് കണ്ടുപിടിക്കേണ്ടേ. ആ സോളിഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോൾട്ട് ഹോളൊന്നും ഇല്ലാതെ സാധാ ഇരിക്കുന്ന പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, സോ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് = AgFy by gamma M0. AG എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ബ്രെഡ്ത്തും തിക്നെസ്സും എല്ലാം ഉണ്ട്. 118 × 20 × 250 by 1.1. സോ അങ്ങനെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, 33.193. അതായിരുന്നു ആ ഒരു പ്രോബ്ലം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 2 plates of 10 mm by 16 mm are connected in a lap joint with 5 number of 16 mm diameter bolt of grade 4.6 and
Fortin grade plates are used. Calculate the strength and efficiency of the joint. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്ന് വന്നിട്ട്. അപ്പം നമുക്ക് 2 പ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ ഒരു 10 mm by 16 mm എന്നാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഡയമെൻഷൻ 10 mm തിക്നെസ്സും 16 mm ബ്രെഡ്ത്തും ആണ്. ഓക്കെ അതാണ് ഡയമെൻഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അത് ലാബ് ജോയിൻ്റ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. 5 നമ്പേഴ്സ് ഓഫ് 16 mm ബോൾട്ട് ഉണ്ട്. അപ്പോൾ 5 ബോൾട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്പറൊക്കെ തന്നിട്ടുണ്ട് 5 നമ്പേഴ്സ് എന്ന്. അതുപോലെ 16 mm ആണ് അതിൻ്റെ ഡയമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഓക്കെ എഗെയിൻ 4.6 ആണ് നമ്മുടെ ഇതും എന്തെന്ന് പറയുന്നത് ബോൾട്ടിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത്. 410 പ്ലേറ്റ്സും ആണ് യൂസ് ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ട്രെങ്ത്തും ജോയിൻറ്റിൻ്റെ എഫിഷ്യൻസിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ സോ നമ്മൾ മറ്റതുപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് ജോയിൻറ്റ് വിൽ ബി ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് എന്താണ് പ്ലേറ്റ് സോളിഡ് പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് ഇൻറ്റു 100. ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലെയും പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ഗിവൺ ഡീറ്റെയിൽസ് എല്ലാം എഴുതുന്നു. ഫിഗർ തന്നെത്താൻ വരയ്ക്കണം. ഇതിൽ ഫിഗർ തന്നിട്ടില്ലായിരുന്നു. ഓക്കെ അതായത് നമുക്ക് ഓക്കെ എന്താ പറഞ്ഞിട്ടുള്ളത് ലാബ് ജോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഓക്കെ ലാബ് ജോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാബ് ജോയിൻ്റ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലേ? ലാബ് ജോയിൻ്റ് ഇങ്ങനെയായിരുന്നു വരയ്ക്കേണ്ടിയിരുന്നത്. ഓക്കെ 5 ബോൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇതൊന്ന് ഇവിടെ ഇങ്ങനെ 2 അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യണം 5 ബോൾട്ട് നമ്മൾ നേരെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ സോ അതാണ് ലാബ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 16 mm 10 by 16 ആണ്. സോ ഹയർ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആയിരിക്കും, ചെറുതെന്ന് പറയുന്നത് തിക്നെസ് ആയിരിക്കും. സോ ടി വിൽ ബി ഈക്വൽ ടു 10 mm ആൻഡ് ബ്രെഡ്ത്ത് ബി വിൽ ബി ഈക്വൽ ടു 16 mm. ഓക്കെ സോ ഗിവൺ ഡീറ്റെയിൽസ് എല്ലാം എഴുതി. ദെൻ സ്റ്റെപ്പ് 1 വിൽ ബി ഈക്വൽ ടു ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട്. ഓക്കെ അപ്പം VNSB ബൈ ഗാമ MB. എഗെയിൻ ലാബ് ജോയിൻ്റ് ആണ്. NN വിൽ ബി ഈക്വൽ ടു 1, NS വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ആ വാല്യൂസ് എല്ലാം നമ്മളവിടെ കൊടുത്തു. ഓക്കെ ദെൻ VDSB വിൽ ബി ഈക്വൽ ടു എന്താണ് നമുക്ക് VDSB വിൽ ബി ഈക്വൽ ടു VNSB ബൈ ഗാമ MB. ഓക്കെ ആ വാല്യൂസൊക്കെ നമ്മൾ കൊടുത്തു. ഇനി അപ്പം VDSB നമുക്ക് പെർ ബോൾട്ട് കിട്ടും അല്ലേ? സോ നമ്മൾ 5 നമ്പർ ഓഫ് ബോൾട്ടിന് VDSB വിൽ ബി ഈക്വൽ ടു 5 ഇൻറ്റു ആ പെർട്ടിക്കുലർ നമ്പർ അല്ലേ? ദെൻ സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു ഡിസൈൻ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട്. ഓക്കെ VDPB ഈക്വൽ ടു VNP ബൈ ഗാമ MB. VNPB വിൽ ബി ഈക്വൽ ടു 2.5 KB DT FU വരെയാണ്. അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. KB ആ 3 ഇക്വേഷൻ്റെയും ഏറ്റവും സ്മോളർ വാല്യൂ അതായത് E/3D0 P/3D0 മൈനസ് 0.25 FU/FU ഇത് മൂന്നിൻ്റെയും സ്മോളർ വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത് KB എന്ന് പറയുന്നത്. ഓക്കെ അപ്പം നമുക്ക് ഈയുടെ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ 1.5 ഓഫ് D0 എടുക്കുക, P ഈക്വൽ ടു 2.5 ഓഫ് D എടുക്കുക. അങ്ങനെ VNPB കണ്ടുപിടിക്കുന്നു. ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ പെർ എന്തായിരിക്കും ഒരു ബോൾട്ടിനായിരിക്കും. സോ നമ്മുടെ 5 ബോൾട്ടെന്നുണ്ട്. അപ്പോൾ ആ പെർട്ടിക്കുലർ കിലോന്യൂട്ടൺ അതായത് ഇവിടെ ഇപ്പം VDPB കിട്ടിയത് 64.288 കിലോന്യൂട്ടൺ ആയിരുന്നു. അതിന് ഇൻറ്റു 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 നമ്പർ ഓഫ് ബോൾട്ടിൻ്റെ 321.44 കിലോന്യൂട്ടൺ ഒക്കെ അങ്ങനെ കിട്ടും. സോ ബോൾട്ട് വാല്യൂ വിൽ ബി ഈക്വൽ ടു സ്മോളർ വാല്യൂ ഓഫ് ആ 2 വാല്യൂ അതായത് ഷിയർ സ്ട്രെങ്ത്തിൻ്റെയും ബിയറിംഗ് സ്ട്രെങ്ത്തിൻ്റെയും സ്മോളർ വാല്യൂ. ഓക്കെ ദെൻ നമ്മൾ പറഞ്ഞു സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻ്റ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ? എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റും സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റും ആണ് വേണ്ടത്. ഈ ജോയിൻറ്റിൽ നമുക്ക് എന്തൊക്കെയുണ്ട് ബോൾട്ട് വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി. ഇനി അതിൽ സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റിൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് എഗെയിൻസ്റ്റ് റപ്ചർ ഉണ്ട്. ഓക്കെ സോളിഡ് പ്ലേറ്റ് അല്ല, സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് എഗെയിൻസ്റ്റ് റപ്ചർ അതായത് നെറ്റ് ഏരിയ എടുക്കുന്ന ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ്. സോ TDN വിൽ ബി ഈക്വൽ ടു 0.9 AN FU ബൈ ഗാമ M1. AN എന്ന് പറയുന്നത് B മൈനസ് ND0 ഇൻറ്റു T. ഓക്കെ ഇവിടെ ഇപ്പോൾ നമുക്ക് 5 ക്രിട്ടിക്കൽ സെക്ഷൻസ് വരും. കാരണം നമുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നേരെ 1 2 3 4 5 ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എടുത്താൽ മതി. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരു ബോൾട്ടേ ഉള്ളൂ അല്ലേ? 1 1 ഇതിപ്പം 2 2 അഗെയിൻ 3 3 അങ്ങനെ പോകും. അങ്ങനെ 5 5 വരെ പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ കൺസിഡർ. ഇപ്പോൾ ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 1ൽ എത്ര നമ്പർ ഓഫ് ബോൾട്ടേ ഉള്ളൂ? 1 നമ്പർ ഓഫ് ബോൾട്ടേ ഉള്ളൂ. സോ N വിൽ ബി ഈക്വൽ ടു 1 വരും. ഓക്കെ സോ N വിൽ ബി ഈക്വൽ ടു B മൈനസ് ND0 ഇൻറ്റു T.
ഓക്കെ. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, 16 - 16 ആണ് ബ്രെഡ്ത്ത്. n × 1 ഡേ 0 18 ആണെന്ന് തന്നിട്ടുണ്ട്. തിക്നെസ് വിൽ ബി ഈക്വൽ ടു 10. സോ എൻ്റെ വാല്യൂ നമുക്ക് അവിടെ കിട്ടി. അത് നമ്മൾ TDNൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 4 എന്താണ്? സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് എന്ന് പറയുമ്പം ഈ ബോൾട്ട് വാല്യൂൻ്റെ ഇതും പിന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് അഗെയിൻസ്റ്റ് റപ്ചറും, അതിൽ രണ്ടിലും ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എത്ര കിലോ ന്യൂട്ടൺ എന്ന് വെച്ചാൽ അത്രയും കിട്ടും. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് ദ ജോയിൻറ്റ്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ എഫിഷ്യൻസി വിൽ ബി ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് നമ്മളിപ്പോൾ കിട്ടി. ഇനി സോളിഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നും ഇല്ലാണ്ട്, അതായത് ബോൾട്ടൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ആ ഒരു പ്ലേറ്റ്. സോ ഗ്രോസ് ഏരിയ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് AgFy/γm0. ഓക്കെ, AG എന്ന് പറയുന്നത് breadth into thickness. So 16 × 10 × 250/1.1. ഓക്കെ, സോ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്രയും മതി. ഇത്രയും നമ്മളൊരു 3-4 പ്രോബ്ലംസ് ചെയ്തു. അപ്പം എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. നമുക്ക് 2 മെയിൻ ടൈപ്പാണ് ഉള്ളത്. ഓക്കെ, സോ ഡിസൈൻ പ്രോബ്ലംസും വരും, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനും വരും. ഡിസൈൻ എന്ന് പറയുക വന്നാൽ ഡയറക്റ്റ് എന്തിലോട്ട് പോവുക? നമ്പർ ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും. ഒന്നില്ലെങ്കിൽ ഫാക്ടർ ലോഡ് തന്നിരിക്കും. ഓക്കെ, ഫാക്ടർ ലോഡ് തന്നിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് ആ ഫാക്ടർ ലോഡ് ബൈ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട്. ഈ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് എന്ന് പറയുന്നതാണ് ബോൾട്ട് വാല്യൂ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഷിയർ സ്ട്രെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യും, ബിയറിംഗ് സ്ട്രെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലീസ്റ്റ് വാല്യൂ എടുക്കും. സോ ഡിസൈൻ പ്രോബ്ലം സിമ്പിളാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇൻ കേസ് വേണമെങ്കിൽ ഒരു ചെക്കും കൂടെ ചെയ്യുക. ഓക്കെ, നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ടെങ്കിൽ TDNൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ഗ്രേറ്റർ ദാൻ ലോഡാണോ എന്നൊന്ന് നോക്കുക, നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ. പിന്നെ അതിന് ശേഷം നമുക്ക് എഫിഷ്യൻസി പ്രോബ്ലംസ് ആണ് വരുന്നതെങ്കിൽ ദെൻ എഫിഷ്യൻസി വിൽ ബി ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് ബൈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് ഇൻറ്റു 100. ഓക്കെ, ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബോൾട്ട് വാല്യൂ അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്തും ഉണ്ട് എഗെയിൻസ്റ്റ് റപ്ചർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ലീസ്റ്റ് വാല്യൂ. ദെൻ സ്ട്രെങ്ത് ഓഫ് സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് അതിനൊരു ഇക്വേഷൻ നമുക്കറിയാം, ഗ്രോസ് ഏരിയ വെച്ചിട്ടുള്ള ഇക്വേഷൻ. അത് ഇട്ട് കൊടുത്തിട്ട് ലീസ്റ്റ് വാല്യൂ. ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമുക്ക് എഫിഷ്യൻസി പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ബോൾട്ടൊക്കെ തന്നിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റത്തിൻ്റെ എന്തായിരിക്കും എഫിഷ്യൻസി ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ നമ്പർ ഓഫ് ബോൾട്ടെല്ലാം നമുക്ക് കാണും. അപ്പോൾ നമ്മുടെ ബിയറിങ്ങും ഷിയറും ചെയ്യുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ബോൾട്ടും കൊണ്ട് വെച്ച് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 6 ആണെങ്കിൽ 6. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എഗെയിൻസ്റ്റ് റപ്ചറിൻ്റെ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു n ഉണ്ട്. അത് നമ്പർ ഓഫ് ബോൾട്ട് അല്ല, നമ്പർ ഓഫ് ബോൾട്ട് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷനാണ്. ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള നമ്പർ ഓഫ് ബോൾട്ടാണ് എടുക്കാനുള്ളത്, മൊത്തത്തിലുള്ള അല്ല എടുക്കേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു പ്രോബ്ലവും കൂടി ഉണ്ട് ഈ മൊഡ്യൂളിൽ, അതായത് ബോൾട്ടഡ് കണക്ഷനിൽ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അതായത് ബട്ടിൻ്റെ കവർ പ്ലേറ്റ് വരുന്ന പ്രോബ്ലം. അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ബോൾട്ടഡ് കണക്ഷൻ തീരും. അതിനുശേഷം നിങ്ങൾക്ക് ഉള്ളത് വെൽഡഡ് കണക്ഷനാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു.